നമ്മുടെ എം.വി. ഗോവിന്ദൻ മെയ് ജൂൺ മാസങ്ങളിൽ വലിയ മീറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ വിളിക്കുന്നുണ്ട്. പരാജയം പഠിക്കാൻ, അതുപോലെ വിവിധ ബ്രാഞ്ച് ഏരിയ കമ്മിറ്റികളെ, ലോക്കൽ കമ്മിറ്റികളെയൊക്കെ ഏകോപിപ്പിക്കാൻ, അവരിൽ നിന്ന് അഭിപ്രായം ക്രോഡീകരിച്ച് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാൻ. എന്തൊക്കെ തേടിയാലും എന്തൊക്കെ വന്നാലും തോറ്റു എന്നോ അല്ലെങ്കിൽ തങ്ങൾക്ക് തെറ്റുപറ്റി എന്നോ ഈ കമ്മ്യൂണിസ്റ്റ് ചെറ്റകൾ സമ്മതിക്കില്ല. ഞാൻ ചെറ്റകൾ എന്ന വാക്ക് മനഃപൂർവ്വം പ്രയോഗിച്ചതാണ്. ചെറ്റക്കുടിലുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വിവാദം ഉണ്ടായി. അത് ഇതുമായിട്ട് കണക്ട് ചെയ്യരുത് കേട്ടോ. മറ്റ് സഭ്യമായ പദങ്ങൾ ഇവർക്കെതിരെ ഉപയോഗിക്കാൻ മാത്രമേ നമുക്ക് ഒരു മാധ്യമം എന്ന നിലയ്ക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത്. ഇത്രയും ചീഞ്ഞി നാറിയ കുപ്പത്തൊട്ടിയിൽ വീണ രാഷ്ട്രീയം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഈ എം.വി. ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ കഴിഞ്ഞ 17 വർഷമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയും. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം ആർക്കോ വേണ്ടി വിടുവേല ചെയ്യുന്ന, അല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ പിണറായി വിജയന് വേണ്ടി വിടുവേല ചെയ്യുന്ന ഒരു ദാസൻ മാത്രമാണ്, ഒരു അടിമക്കമ്മി മാത്രമാണ്. നമുക്കത് പലപ്പോഴും മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ പി.കെ. ശ്യാമളയെ മത്സരിപ്പിച്ച് ജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ LDF ജയിച്ചാൽ മന്ത്രിയാക്കാം എന്നുള്ള ഒരു ഡീൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട്, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട്. താൻ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ, നമുക്ക് നേരത്തെ അറിയാം, കണ്ണൂർ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയാകും, സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയാകും. ഇതൊരു രീതിയാണ് CPM-ലെ. സഖാക്കളാം ഒന്നടങ്കം, പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ എം.വി. ഗോവിന്ദനെ കണ്ടു കഴിഞ്ഞാൽ, രഹസ്യമായി കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് ചെവിക്കല്ല് പൊളിക്കും. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി പാർട്ടിയെയും പാർട്ടി സംവിധാനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയും ജനാധിപത്യ രീതികളെയും ഒറ്റുകൊടുത്ത ഒരു കാപാലികനാണ്, ഒരു ഒറ്റുകാരനാണ് എം.വി. ഗോവിന്ദൻ. ഇയാൾ മീറ്റിംഗ് കൂടിയിട്ട് എന്ത് കാണിക്കാനാണ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിൽ പിണറായി വിജയനെ അടക്കം തെറി പറഞ്ഞ നേതാക്കളെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും കൂത്തുപറമ്പ്, പയ്യന്നൂർ, തളിപ്പറമ്പ്, അതുപോലെ ഇരിട്ടി, അതുപോലെ കുളച്ചേരി മേഖലകളിലൊക്കെ. ഇത് ഒരു നഷ്ടപ്പെട്ട ജനവിരുദ്ധമായ ആശയമാണ്. ഇതിനെ എത്ര കൂട്ടിച്ചേർത്താലും എത്ര കോർത്തിട്ടാലും ഇത് പൊട്ടിപ്പോവുകയുള്ളൂ. ഇവിടെ എന്തൊക്കെ ചർച്ചകൾ നടന്നാലും എന്തൊക്കെ ആശയങ്ങൾ കൊണ്ടുവന്നാലും ജനങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും CPM ആക്കന്നു കഴിഞ്ഞു. ഇനി ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. നിങ്ങളെ സഖാക്കൾ തന്നെ, പ്രത്യേകിച്ചും സ്ത്രീ സഖാക്കൾ തന്നെ ചാണകത്തിൽ മുക്കിയ ചൂലുകൊണ്ട് അടിക്കുന്ന ദിവസം വരാൻ ഇനി ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ. എന്ത് തെറ്റിദ്ധരുത്താൻ? ധാർഷ്ട്യമാണ് നിങ്ങൾക്ക്, അഹങ്കാരമാണ് നിങ്ങൾക്ക്. അതൊക്കെയാണോ തിരുത്തേണ്ടത്? എന്ത് തിരുത്തണം എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. നിങ്ങൾ തെറ്റുകൾ സമ്മതിക്കുന്നില്ല. പിന്നെ നിങ്ങൾ എന്ത് തിരുത്താനാണ്? മെയ് ജൂൺ മാസങ്ങളിൽ മീറ്റിംഗ് കൂടി എല്ലാം ഭംഗിയായി നടത്തി അടുത്ത 2031 അധികാരത്തിൽ ഏറാം എന്നുള്ള ആശയം, 2030 ലോക്സഭയിൽ ഒരു 15-16 സീറ്റൊക്കെ വാങ്ങി അധികാരത്തിലേറാം, അല്ലെങ്കിൽ വലിയ ഒരു സാന്നിധ്യമാകാം എന്നുള്ള മോഹം ഒക്കെയുണ്ട്. അതൊക്കെ അങ്ങ് വാങ്ങി വെച്ചേക്കും. ജനങ്ങളാണ് വലുത്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. എം.വി. ഗോവിന്ദനോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമളയോ ഒന്നുമല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളാണ്. കണ്ണൂരിൽ വി. കുഞ്ഞികൃഷ്ണൻ, T.K. ഗോവിന്ദൻ, അമ്പലപ്പുഴയിൽ G. സുധാകരൻ, ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇനി റിബലുകളും വിമതരും കൊണ്ട് ഈ നാട് നിറയും. കമ്മ്യൂണിസ്റ്റ് വിമതരെ കൊണ്ടും ഒക്കെ ഈ നാട് നിറയും. മെയ് ജൂൺ മാസങ്ങളിൽ മീറ്റിംഗ് കൂടിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. നന്നായി വരട്ടെ. ലാൽ സലാം.